ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിർണായക പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഹോം മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് കൊമ്പന്മാരുടെ എതിരാളികൾ. തുടർ തോൽവികളിൽ നിരാശരായ ടീമിന് ഇന്ന് ജയം അനിവാര്യമാണ്. മത്സരത്തിന് മുന്നോടിയായി ഗ്രൗണ്ടിന് പുറത്ത് മഞ്ഞപ്പട പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, സീസണിലെ മോശം പ്രകടനത്തിൽ പരിശീലകൻ മിഖേൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷമുള്ള ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ മത്സരം? ലക്ഷ്മി, ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം എത്രത്തോളം നിർണായകമാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ ഈ ഒരു സീസണിൽ മുഴുവൻ നടത്തിയ ഒരു പ്രകടനം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടി വരും. ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ടീമിനെ സ്വീകരിച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം പോലും ഇല്ല എന്നുള്ള ഒരു കുറവ് ഈ വർഷം നികത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ടീമിനും ഒപ്പം തന്നെ ആരാധകർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്കെല്ലാം തന്നെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മത്സരം പുരോഗമിച്ച് 12 കളികൾ പൂർത്തിയായപ്പോഴും അത് തന്നെയാണ് ഇപ്പോൾ അതിനൊരു വിരുദ്ധമായിട്ടുള്ള ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ആകെ കഴിഞ്ഞ 12 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായി സാധിച്ചിട്ടുള്ളത്. ശേഷിച്ചിട്ടുള്ള 7 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് തോൽവിയായിരുന്നു ഫലമായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ വലിയ നിരാശയിലാണ്. ഒപ്പം തന്നെ പരിശീലകർ സ്ഥാനത്ത് നിന്നും മിഖായേൽ സ്റ്റാറയെ നീക്കം ചെയ്തുകൊണ്ട് മാനേജ്മെന്റ് ഒരു പരിഹാര നടപടി എന്നോണം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മോശം പ്രകടനത്തിൽ പരിശീലകനെ മാറ്റിക്കൊണ്ട് ഒരു നടപടിയെല്ലാം എടുത്തിരുന്നു. എന്നാൽ ഈ ഒരു നടപടിയിലും ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ആരാധകർ ഉന്നയിക്കുന്ന ഒരു വിഷയം മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങളുമാണ് ഈ ടീമിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായി അവർ പറയുന്നത്. മികച്ച താരങ്ങളെ കിട്ടിയിട്ട് അല്ലെങ്കിൽ പരിശീലകന്റെ കുറവ് കൊണ്ടല്ല, മാനേജ്മെന്റ് എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ പരിണിത ഫലമാണ് ഈ ടീമിന്റെ ഇത്തരത്തിലുള്ള ഒരു മോശം പ്രകടനത്തിലേക്ക് വഴിവെക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം ആരാധകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മത്സരത്തിന്റെ പുറത്ത് ഇന്നിപ്പോൾ മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ ആരാധക കൂട്ടായ്മയായിട്ടുള്ള മഞ്ഞപ്പട ഒരു ബാനറുമായി അവരൊരു പ്രതിഷേധം നടത്തി. മാനേജ്മെന്റിന് നേരെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. മാനേജ്മെന്റ് ഈ ആരാധകരെ എത്രമാത്രം കേൾക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ ആരാധക കൂട്ടായ്മ ചോദിക്കുന്നുണ്ട്. മാനേജ്മെന്റ് തങ്ങൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും പലപ്പോഴും പരിഗണിക്കുന്നില്ല. ടീമിന്റെ സെലക്ഷനിലായിക്കോട്ടെ, മികച്ച താരങ്ങളെ സൈൻ ചെയ്യുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, ഇത്തരത്തിൽ പല തവണകളായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പല നിരവധി ആവശ്യങ്ങളുണ്ട്. ഇവയ്ക്കൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു മികച്ച ടീമിനെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമങ്ങളോ മാനേജിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായി ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെയാണ് ആരാധകർ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ ഗ്രൗണ്ടിനകത്തും മഞ്ഞപ്പടയുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അത് എത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരിക്കുമെന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങളോടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ തന്നെ കണ്ടോളൂ, ഗ്രൗണ്ടിനുള്ളിൽ അവരൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു മത്സരങ്ങളെല്ലാം നമ്മൾ സ്ഥിരം കാണുമ്പോൾ മത്സരത്തിനകത്ത് വലിയൊരു ആവേശം, ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ മത്സരത്തിലും വലിയൊരു ആവേശം നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു ആവേശവും അല്ലെങ്കിൽ തൊണ്ട പൊട്ടി അലറി വിളിക്കുന്ന ആരാധകരെയാണ് ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ സ്ഥിരം കാണാറുള്ളത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് ആരാധകർ പറയുന്നത്. വളരെ നിശബ്ദമായി കളിക്കിടയിലുള്ള ചാണ്ടിങ്ങൾ അല്ലെങ്കിൽ അത്തരം ആവേശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ നിശബ്ദമായിട്ടായിരിക്കും ഇന്ന് കളി വീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകും ഇന്ന് മത്സരം തുടങ്ങിയതിനു ശേഷം എന്ന് നമുക്ക് മത്സരം തുടങ്ങിയതിനു ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ഏതായാലും ISL ഈ 12 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു മോശം അവസ്ഥയിൽ തന്നെയാണ് ലീഗിൽ തുടരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഗ്രൗണ്ടിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മത്സരം ആരംഭിക്കുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ പ്രകടമാകുക. ലക്ഷ്മി, എന്ത് തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവിടെ കാഴ്ചവെക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മത്സരം. പരിശീലകൻ മിഖേൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷമുള്ള ആദ്യ മത്സരം. അതുകൊണ്ട് തന്നെ ജയം അനിവാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇക്കുറി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവൻ.